ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മധ്യത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ കർത്താവ് കടന്നു വരുന്നു. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ അസുലഭ നിമിഷം നമുക്ക് സമ്മാനിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നമുക്കിരിക്കാം. കർത്താവ് സങ്കീർത്തനങ്ങളിലൂടെ പറയുന്നുണ്ടല്ലോ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന്. ദൈവമാണെന്ന്, നമ്മുടെ മധ്യത്തിൽ കടന്നു വരുന്നിരിക്കുന്നത് ദൈവമാണെന്ന് അറിയുവാനായിട്ടുള്ള ആ വലിയ കൃപയും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും തരണമേ എന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് ആരാധിക്കുകയും അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ നമ്മുടെ മുട്ടുകളും അടക്കി നമ്മുടെ നാവുകൾ കൊണ്ട് സ്തുതിച്ച് നമുക്ക് ആരാധിക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. ആരാധന, 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 ആരാധന,
സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ആരാധന 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 ആരാധന. എല്ലാ വേദനകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് പ്രത്യേകം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവെങ്കിലേക്ക് നോക്കാം. ഈ അപ്പത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവെങ്കിലേക്ക് നമുക്ക് നോക്കാം. ആ കർത്താവിന് നമ്മോടെന്താണ് പറയാനായിട്ടുള്ളത് എന്ന് നമുക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും എന്ന്. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനിലേക്ക് കടന്നു വരികയും ഞാൻ അവനിൽ വസിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമെന്ന്. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മോടൊത്ത് വസിക്കുന്നതിനായിട്ട്, നമ്മോടൊത്ത് ഭക്ഷിക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവ്യത നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ആ മുട്ടുന്നതിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കാം. ഇതാ ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതിനായിട്ട് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനെല്ലാം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റാനായിട്ട് ശ്രമിക്കാം. ഈശോ കടന്നു വരുന്നത് നമ്മോടൊത്ത് ഭക്ഷിക്കുന്നതിനും നമ്മോടൊത്ത് വസിക്കുന്നതിനും വേണ്ടിയാണ്. മനുഷ്യ മക്കളോടൊത്ത് വസിക്കുന്നതിലെ ആനന്ദം കണ്ടെത്തുന്നവനാണ് കർത്താവ്. സങ്കീർത്തനത്തിൽ ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലൂടെ തൻ്റെ ആടുകളെ നയിക്കുന്നു, ശുദ്ധമായ ജലാശയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മെ ഓരോരുത്തരെയും പച്ചയായ പുൽമേടുകളിലൂടെ നയിക്കുന്നതിനും ശുദ്ധമായ ജലാശയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ്. ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ആ മേഖലകളെയെല്ലാം ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. നല്ല ഇടയൻ്റെ പ്രത്യേകത അത് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു എന്നുള്ളതാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കാം. അവന് നമ്മോട് പറയാനായിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കർത്താവെ അരുളി ചെയ്താലും അവിടുത്തെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന മനോഭാവത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന,
നമ്മെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഗാനം ആലപിക്കാം. സ്നേഹം ധാരയായി ഒഴുകും ഹൃദയമേ ഗണേ, ഈശോ നായകാ എന്നിൽ വന്നു വാഴണേ. കരുണയേഴും കടാക്ഷവും കരളലിയും നിൻ ഭാവവും വിനയ സമേത ശാന്തിയും ക്ഷമ നിറയും സ്വഭാവവും തന്നീടണേ. ചിന്താഗതി ഇന്നങ്ങേതാക്കണേ. ഇതാണെൻ ഏക പ്രാർത്ഥന, സ്നേഹം ധാരയായി ഒഴുകും ഹൃദയമേ ഗണേ, ഈശോ നായകാ എന്നിൽ വന്നു വാഴണേ. കരുണ നിറഞ്ഞ കണ്ണുകളോടെ നമ്മെല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഓരോരുത്തരിലേക്കും കടന്നു വന്ന് വസിക്കണമേ എന്ന് നമുക്ക് അവനോട് അപേക്ഷിക്കാം. ഒരുവനിന്നുയർന്നു വന്നാൽ മനസ്സിലാധിയായി അവനുമേലസൂയമൂത്ത് കഥമെനഞ്ഞു ഞാൻ. വിഷമയമായ വചസാൽ പഴി പറയുക ശീലമായി. പലരുടെ പേരിനും മേൽ ഞാൻ പലവിധ ദോഷമേകി. ഈശോ നാഥാ കനിവേകി മാപ്പു തരൂ നീ. സ്നേഹം ധാരയായി ഒഴുകും ഹൃദയമേ ഗണേ, ഈശോ നായകാ എന്നിൽ വന്നു വാഴണേ. നമ്മുടെ മനസ്സിൽ നിന്നും എല്ലാ വെറുപ്പും വിദ്വേഷവും പകയും കോപവും എല്ലാം എടുത്തു മാറ്റണമേ എന്ന് കർത്താവിനോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അറിവു കേടുമൂലമേറെ പിഴകൾ വന്നു പോയി. അലിവു തോന്നി ബോധമേകി പൊറുതിയേകണേ. കഴിവുകളേറെ പാഴായി എന്നലസത മൂലമാണേ. കുറവുകളൊന്നുമില്ല എന്നു കരുതിയതിന്റെ നിഗളം. ഈശോ നാഥാ അനുതാപമോടണയാം ഞാൻ. ഈശോ ധാരയായി ഒഴുകും ഹൃദയമേ ഗണേ, ഈശോ നായകാ എന്നിൽ വന്നു വാഴണേ. ദൈവം നമ്മൾ നിക്ഷേപിച്ച കഴിവുകൾ നമ്മൾ വിനിയോഗിക്കാതിരുന്നതിനെ ഓർത്ത്, നമ്മൾ അലസരായിട്ട് സമയം ചെലവഴിച്ചതിനെ ഓർത്ത്,
മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെക്കാതിരുന്നതിനെ എല്ലാം ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. നമുക്കെല്ലാവർക്കും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി ഉയർന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരെ, താലന്തുകളുടെ ഉപമയിൽ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ ഈശോ പറയുകയാണ്, ദൈവം നമ്മളെല്ലാവരിലും താലന്തുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ താലന്തുകൾ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും എന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടി നേടിയപ്പോൾ ഈശോ അവനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ അവനോട് പറയുകയാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നും. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ദൈവം നമ്മിൽ നിക്ഷേപിച്ച താലന്തുകൾ വർദ്ധിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. 2 നൽകിയവനും 2 കൂടി സമ്പാദിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവനോട് ഈശോ പറയുന്നത്, നല്ലവനാം കാര്യക്ഷമതയുള്ളവനുമായ ഭൃത്യ, നീ നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ്. തനിക്ക് ലഭിച്ച താലന്ത് വർദ്ധിപ്പിക്കാതെ മണ്ണിൽ കുഴിച്ചിട്ട് അതേപടി കടന്നു ചെന്ന ഭൃത്യനോട് ഈശോ പറയുന്നത് ഇപ്രകാരമാണ്, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, നീ നിന്റെ നാണയം പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിച്ച് അത് പലിശ വാങ്ങിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ്. അതായത് നീ അത് വർദ്ധിപ്പിക്കണമായിരുന്നു, അത് നിന്റെ ഉത്തരവാദിത്വമായിരുന്നു എന്നീശോ അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെയും ഈശോ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് നിരവധിയായിട്ടുള്ള താലന്തുകൾ നൽകിക്കൊണ്ടാണ്. ആ താലന്തുകൾ വർദ്ധിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നാണ് ഈശോ നോക്കുന്നത്. യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ദൈവം നമ്മിൽ നിക്ഷേപിച്ച താലന്തുകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദൈവം നമ്മിൽ നിക്ഷേപിച്ച താലന്തുകളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതോ യജമാനനെ ദുഷ്ടനും ക്രൂരനുമൊക്കെയായിട്ട് കണ്ട് അത് മണ്ണിൽ കുഴിച്ചിട്ട ഭൃത്തിനെ പോലെയാണോ നമ്മൾ എന്ന് പരിശോധിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, സുഭാഷിതൻ്റെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മടിയാ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്നും ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിൽ എത്തുമെന്നാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ജോലി ചെയ്യുന്നതിനായിട്ട് നമുക്ക് ലഭിച്ചിരുന്ന അവസരം നമ്മൾ
ഉറങ്ങിയും വിശ്രമിച്ചും ചെലവഴിച്ചു എന്നുള്ളതാണ്. ജോലി ചെയ്യുന്നതിനായിട്ട് ദൈവം നമുക്ക് നൽകിയ ആരോഗ്യവും ആയുസ്സും സമയവുമൊക്കെ വേണ്ട വിധത്തിൽ ചെലവഴിക്കാതെ നമ്മൾ അലസരും മടിയന്മാരുമായിരുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും ഇല്ലായ്മയുമൊക്കെ അനുഭവപ്പെട്ടത് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്ന് പരിശോധിക്കാം. ആക്റ്റീവായിട്ട് ആയിരിക്കേണ്ട നിമിഷങ്ങളിൽ നമ്മൾ പാസീവായിട്ട് ഇരുന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷങ്ങളെയെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സമയം എത്രയും ദൈവത്തോടൊപ്പം ചെലവഴിക്കാനായിട്ട്, ആക്റ്റീവായിട്ട് ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമതകളും വേദനകളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നൊമ്പരങ്ങൾ, ആരോടും പറയാൻ പാടില്ലാത്ത, ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ എല്ലാ നൊമ്പരങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, അവയിൽ നിന്നെല്ലാം എന്നെ സ്വതന്ത്രനാക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും, നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ എല്ലാവരെയും കർത്താവിൻ്റെ ഈ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ.